സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ സജീവമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അല്പസമയം മുമ്പ് പ്രതികരിച്ചിരുന്നു. രക്ഷാപ്രവർത്തനത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹവും വ്യക്തമാക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഞാൻ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മഴ ഇപ്പോഴും വലിയ കാലാവസ്ഥ വളരെ മോശമാണ്. അപ്പോൾ അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം വൈകുന്നതെന്നാണ് അവർ പറയുന്നത്. പിന്നെ 2 ലൈനിൽ മണ്ണ് വീണിട്ടുണ്ട്. അപ്പോൾ 1 ലൈൻ ക്ലിയർ ചെയ്തു. അതിൽ കൂടെ മാത്രമേ അകത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞപ്പോഴാണ് മലയാളി ഉണ്ടെന്നും ഇങ്ങനെ ഒരു ലോറി ഉണ്ടെന്നും ഒക്കെ അവർ അറിയുന്നത്. അവർക്ക് ഇൻഫർമേഷൻ നമ്മൾ വന്നതിന് ശേഷം. വലിയ ലാൻഡ് സ്ലൈഡാണ്. 1-2 വണ്ടിയല്ല പോയെന്ന് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടു എന്നാണ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പ്രതികരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഇടപെടുന്നുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അവിടെ രക്ഷാദൗത്യം ഊർജിതമായി തന്നെ നടക്കുന്നു. ഇപ്പോൾ കൂടുതൽ രക്ഷാപ്രവർത്തകരെ സ്ഥലത്തേക്ക് എത്തിക്കണം എന്നുള്ള ആവശ്യം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമാകും അവർ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. അതുപോലെ അതുപോലെ നേവി അതുപോലെ മറ്റ് സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കേരളം ഒരു ശുഭവാർത്ത കാത്തിരിക്കുക.